ഉള്ള കുട്ടികളെ അങ്ങനെ നമ്മൾ കോൺകേവ് മിററുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മിററുമായി ദർപ്പണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങൾ പഠിച്ചു. ഇത് തന്നെയാണ് കോൺവെക്സ് മിററിന്റെ സാങ്കേതിക പദങ്ങൾ കേട്ടോ. നേരത്തെ നമ്മൾ കോൺവെക്സ് മിറർ കണ്ടതാണ്. ഇപ്പം രണ്ടിനും സാങ്കേതിക പദങ്ങൾ ഒരുപോലെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഫോക്കൽ ലെങ്ത്, ഫോക്കസ്, അതായത് ഫോക്കൽ ദൂരം, ഫോക്കസ്, വക്രത കേന്ദ്രം, സെന്റർ ഓഫ് കർവേച്ചർ, വക്രത ആരം, റേഡിയസ് ഓഫ് കർവേച്ചർ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ റേഡയഗ്രം അല്ലെങ്കിൽ രേഖാചിത്രം വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ ദർപ്പണം കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും റേഡയഗ്രം വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ, രേഖാചിത്രം വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തുടങ്ങാം കേട്ടോ. അതായത് ഒരു കോമ്പസ് എടുത്ത് നമ്മൾ ഇതേപോലെ ഒരു ചാപം വരച്ച് അതേപോലെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്തായി? കോൺകേവ് മിററായി. ഓക്കെ, കോൺകേവ് ദർപ്പണമായി. ഇനി നിങ്ങൾ സി അപ്പോൾ അടയാളപ്പെടുത്തിയല്ലോ, പി ഇവിടെ അടയാളപ്പെടുത്തി അല്ലേ. ഫോക്കസ് വരയ്ക്കാൻ ഞാൻ നേരത്തെ വരച്ചതുപോലെ ഇങ്ങനെ വരച്ച് ഫോക്കസ് വരയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? സിക്കും പിക്കും ഇടയിൽ സ്കെയിൽ വയ്ക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഒരു 8 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ കൃത്യം 4 സെന്റിമീറ്റർ ഇവിടെ രേഖപ്പെടുത്തുക കേട്ടോ. എന്നിട്ട് അവിടെ എൻ്റെ ഫോക്കസ് അടയാളപ്പെടുത്തിയാൽ മതി. അല്ലാതെ നിങ്ങൾ പാരലായിട്ടുള്ള റേ വരച്ച് കൂട്ടിമുട്ടുന്നിടത്ത് തന്നെ അങ്ങനെ അത് ജസ്റ്റ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ വരുന്നതാണ് കേട്ടോ. നിങ്ങൾ രേഖാചിത്രം വരയ്ക്കാൻ നേരത്തെ ഇതേപോലെ സിക്കും പിക്കും ഇടയിൽ കൃത്യം പകുതി കണ്ടെത്തി അവിടെ എന്തടയാളപ്പെടുത്തുക? ഫോക്കസ് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റേഡയഗ്രം വരയ്ക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം ഇതേപോലെ വരച്ചിട്ട് ആ കോമ്പസ് ഉള്ള ഭാഗം നമ്മൾ സി അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മളിങ്ങനെ വരച്ച ഭാഗത്ത് കറക്റ്റ് ഏകദേശം നടുക്കായിട്ട് പി അടയാളപ്പെടുത്തുക. പിക്കും സിക്കും ഇടയിൽ കൃത്യം നടുക്കായിട്ട് എഫ് അടയാളപ്പെടുത്തുക കേട്ടോ. ഈ ദൂരം പി മുതൽ എഫ് വരെയാണ് ഫോക്കൽ ദൂരം, ഫോക്കൽ ലെങ്ത്. പി മുതൽ സി വരെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ, വക്രത ആരം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ മിററുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുണ്ട്. അതായത് ഇൻസിഡന്റ് റേ, അതായത് പതനരശ്മികൾ വന്ന് പതിച്ച് എങ്ങനെ കടന്നു പോകുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആണെങ്കിൽ ധാരാളം രശ്മികൾ മിററിൽ പതിക്കുന്നുണ്ട്. ദർപ്പണത്തിന്റെ പ്രതിഫലന തലത്തിൽ റിഫ്ലക്റ്റിംഗ് സർഫസിൽ പതിക്കുന്നുണ്ട്. അപ്പൊ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000കണക്കിന് റേസ് വന്ന് ഈ ദർപ്പണത്തിൽ പതിച്ച് പ്രതിഫലിക്കും അല്ലെ, ഇൻസിഡന്റ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് റേഡയഗ്രം വരയ്ക്കാൻ ഒന്നോ രണ്ടോ ഇൻസിഡന്റ് റേ, ഒന്നോ അല്ല ഒന്നിൽ കൂടുതൽ, അതായത് 2ഓ അതിലധികമോ ഇൻസിഡന്റ് റേ പതനരശ്മികൾ വേണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന്റെ ഒരു ഇമേജ് ഫോർമേഷൻ, പ്രതിബിംബ രൂപീകരണത്തിന് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മളൊരു 4 സിറ്റുവേഷൻ, അതായത് 4 റേ വന്ന് പതിച്ച് അത് തിരിച്ചു പോകുന്ന സിറ്റുവേഷൻസ്, സാഹചര്യമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ 4 നിയമങ്ങളാണ് പ്രധാനമായിട്ടും ഈ ദർപ്പണ രേഖാചിത്ര റേഡയഗ്രം വരയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ഞാൻ വരയ്ക്കാം. ഞാൻ പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ ഞാൻ ഗ്രീൻ കളറിലാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻസിഡന്റ് റേ ഗ്രീൻ കളറും റിഫ്ലക്റ്റഡ് റേ ബ്ലൂ കളറിലുമാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 4 നിയമങ്ങൾ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. കോൺകേവ് ദർപ്പണം അല്ലെ കോൺകേവ് മിററാണ് ആദ്യം ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് നമ്മൾ പറയുന്നത് സമാന്തരമായി, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി, അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് മിററിൽ പതിക്കുന്ന, റിഫ്ലക്റ്റിംഗ് സർഫസിൽ പതിക്കുന്ന. അപ്പോൾ പാരൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏകദേശം നോക്കുക, ഇത് മുഖ്യ അക്ഷം അല്ലെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് മിററിൽ പതിക്കുന്ന റേ, ഇൻസിഡന്റ് റേ. ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം ഇറ്റ് പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്, മുഖ്യ അക്ഷത്തിലൂടെ കടന്നു പോകുന്നു കേട്ടോ. മുഖ്യ അക്ഷത്തിലല്ല, മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഇപ്പൊ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു കേട്ടോ. അപ്പം ഇൻസിഡന്റ് റേ which is passing parallel to the principal axis after reflection pass through the focus. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മി ഫോക്കസിലൂടെ കടന്നു പോകുന്നു പ്രതിപതിച്ചതിന് ശേഷം. വേണമെങ്കിൽ നമുക്ക് ആരോ മാർക്ക് ഇട്ട് കാണിക്കാം. അതായത് ഇത് എന്ത് രശ്മിയാന്ന്? പ്രതിപതന രശ്മിയാണെന്ന് കാണിക്കാം. ഇത് പതനരശ്മി കേട്ടോ, ഇത് പതനരശ്മി. ഓക്കെ,
ഇതാണ് ഒന്നാമത്തെ നിയമം കേട്ടോ. ഇനിയും ഞാൻ രണ്ടാമത്തെ നിയമം പറയുകയാണ്. നേരെ തിരിച്ച്, നേരത്തെ പാസിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെ, ഈ പ്രാവശ്യം നമ്മൾ എന്തെടുക്കുന്നു? പാസിംഗ് ത്രൂ ദ ഫോക്കസ്. ഫോക്കസിൽ കൂടി വന്ന് ദർപ്പണത്തിൽ പതിക്കുന്നു. ഇവിടെ പതിക്കണം കേട്ടോ, പതിക്കുന്നത്. ആഫ്റ്റർ റിഫ്ലക്ഷൻ, പ്രതിപതിച്ചതിന് ശേഷം പാസിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകും കേട്ടോ. ഇത് പ്രതിഫലന രശ്മിയാണ് കേട്ടോ. പതനരശ്മി പാസിംഗ് ത്രൂ ദ ഫോക്കസ്, ഇത് രണ്ടാമത്തെ നിയമമാണ്. ഫോക്കസിൽ കൂടി വന്ന് ദർപ്പണത്തിൽ പതിക്കുന്ന പതനരശ്മി, ഇൻസിഡന്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ, പ്രതിപതിച്ചതിന് ശേഷം പാസിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകും. ഇത് രണ്ടാമത്തെ നിയമമാണ്. എന്തിനാ ഈ നിയമം പഠിക്കുന്നത്? നമ്മളൊരു ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോർമേഷൻ, അതായത് വസ്തുവിന്റെ പ്രതിബിംബ രൂപീകരണത്തിന് നമ്മൾ എടുക്കുന്നത്, ഞാൻ പറഞ്ഞു, രണ്ടിൽ കൂടുതൽ റേസ് അല്ലെ രണ്ടോ അതിലധികമോ റേസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഇമേജ് ഫോർമേഷൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ ആ നിയമം അനുസരിച്ച് വരച്ചെങ്കിലേ നമുക്ക് കൃത്യമായിട്ടുള്ള ഇമേജ് ഫോർമേഷൻ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ നിയമവും പഠിച്ചു. ഫോക്കസിൽ കൂടി വരുന്നത് പാരലായിട്ട് കടന്നു പോകുന്നു കേട്ടോ. ഇനി മൂന്നാമത്തെ നിയമമാണ് സിയിൽ കൂടി വന്ന് ദർപ്പണത്തിൽ പതിക്കുന്ന റേസ്. ഓക്കെ, ഇപ്പൊ ഇവിടെ വന്ന് കുറച്ചുകൂടെ മാറ്റി കൊടുക്കാം. സിയിൽ കൂടി, ഓക്കെ, ഇതാ ദ റേസ് പാസിംഗ് ത്രൂ ദ സി. എന്താ സി? വക്രതാ കേന്ദ്രം, സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി വന്ന് ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മി, പതനരശ്മി, ഇൻസിഡന്റ് റേ. ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്തായിരിക്കും? ഓർത്തിരിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇറ്റ് റീട്രേസ് ഇറ്റ്സ് പാത്ത്, അതായത് സെയിം പാത്തിലൂടെ തിരിച്ചു പോകും. അതേ പാതയിൽ റിഫ്ലക്ട് ചെയ്യുന്നു കേട്ടോ. അതേ പാതയിൽ, ഇത് പതനരശ്മിയാണ്, അതേ പാതയിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻസിഡന്റ് റേയുടെ അതേ പാതയിൽ തന്നെ ആയിരിക്കും റിഫ്ലക്റ്റഡ് റേയും. മനസ്സിലായോ? അതായത് പതനരശ്മിയുടെ അതേ പാതയിൽ തന്നെ ആയിരിക്കും പ്രതിപതനരശ്മിയും. അതുകൊണ്ട് ഞാൻ ആരോ മാർക്ക് തിരിച്ചിട്ടാൽ മതി കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പം പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ അങ്ങോട്ടൊരു ആരോ ഇട്ടാൽ അത് ഇൻസിഡന്റ് റേ, തിരിച്ച് അതേ പാതയിൽ തന്നെ റിഫ്ലക്റ്റഡ് റേ. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ നിയമവും പഠിച്ചു കേട്ടോ. മൂന്നാമത്തെ നിയമവും പഠിച്ചു. ഇനി നാലാമത്തെ നിയമം ഇതും കൂടെ ഉള്ളൂ. എന്താണ് നാലാമത്തെ നിയമം? ദ റേ ഇൻസിഡന്റ് പോൾ, റിഫ്ലക്റ്റിംഗ് സർഫസിൽ കറക്റ്റ് മിഡ് പോയിന്റിൽ പോളിൽ ഇൻസിഡന്റ് ചെയ്യുവാണെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് ഇൻസിഡന്റ് റേ. നോക്കുക, ഈ ആംഗിൾ ഉണ്ടല്ലോ, ഏത്? ഈ പ്രിൻസിപ്പൽ ആക്സിസും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ, അതേ ആംഗിളിൽ ഇത് എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നു താഴോട്ട് ഇങ്ങനെ കൃത്യമായിട്ട്. ഓക്കെ, നിങ്ങളൊരു പ്രൊട്രാക്ടർ വെച്ച് അളന്നാൽ മതി. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡന്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിലേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? റിഫ്ലക്റ്റഡ് റേ കിട്ടി. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡന്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആകുന്ന രീതിയിൽ ഇതെന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഈ പതനരശ്മി, ഇത് പ്രതിപതനരശ്മി, ഇത് ഈ കോണളവും ഈ കോണളവും തുല്യമായിരിക്കും. അപ്പോൾ ഈ 4 നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ അടുത്തത് ഓരോ സെക്ഷനായിട്ട് കോൺവെക്സ് മിററിൻ്റെയും കൂടെ ഉണ്ടല്ലോ അല്ലേ, അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ്. കോൺവെക്സ് മിററിൻ്റെ, കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഇതേ 4 നിയമങ്ങൾ സെയിം തന്നെയാണ്, എങ്കിലും ചെറിയൊരു ചിത്രീകരണത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. അത് ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കത് കാണാം. ഓക്കെ, താങ്ക് യു.